കൂട്ടുകാരെ, നമുക്കിന്നൊരു അടിപൊളി ചമ്മന്തി ഉണ്ടാക്കാം. അതും ഇരുമ്പമ്പുളിയുടെ ഒരു ചമ്മന്തിയാണ് കേട്ടോ. അപ്പോൾ ഇതേ തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. പിന്നെ 2 പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ വേപ്പില, ഉപ്പ്. പിന്നെ ഇതിലെ താരെന്ന് പറയുന്നത് നമ്മുടെ സുറുക്കയിൽ ഇട്ട് വെച്ചിട്ടുള്ള ഇരുമ്പമ്പുളിയാണ്. ഒപ്പം കുറച്ച് കാന്താരി മുളകും കൂടി ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സുറുക്കയിലിട്ട ഇരുമ്പമ്പുളിയും കാന്താരി മുളകും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചമ്മന്തിയുടെ പുളി എന്ന് പറയുന്നത് ഈ ഇരുമ്പമ്പുളിയാണ് കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള ഇരുമ്പമ്പുളി ചേർത്ത് കൊടുക്കാം. സുറുക്കയിലിട്ടതുകൊണ്ട് തന്നെ ഉപ്പും പുളിയും ഒക്കെ ഉണ്ട്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കുമ്പോൾ നോക്കുക, പുളിയിലും ഉപ്പുണ്ടല്ലോ. അപ്പോൾ ഇതേ നമ്മളിത് നന്നായിട്ട് ഗ്രൈൻഡറിലൊന്ന് അരച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ, ഇരുമ്പമ്പുളി ചമ്മന്തി. അപ്പോൾ ഇതുപോലെ ഉപ്പിലിട്ട് വെച്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണിത്.